പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞനുജന്മാരെ, കുഞ്ഞഞ്ചത്തിമാരെ, ഇന്ന് നമ്മൾ യേശുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമായി തന്നെ നിങ്ങൾക്കേവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നേർന്നുകൊള്ളട്ടെ. കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാർ ദീർഘമായ അന്വേഷണത്തിനും ക്ലേശകരമായ യാത്രയ്ക്കും ശേഷം ദിവ്യശിശുവായ യേശുവിനെ കണ്ടെത്തി കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു. തങ്ങളുടെ രാജ്യത്തേക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന മഹാസംഭവത്തിൻ്റെ സ്മരണ, യേശു എല്ലാവർക്കുമുള്ള രക്ഷകനാണ് എന്നുള്ളതിൻ്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുക. കാലാന്തരത്തിൽ 3 ജ്ഞാനികൾക്ക് കാസ്പർ, മെൽക്കിയോർ, ബൽത്താസർ എന്നീ പേരുകളും നൽകുകയുണ്ടായി. കാസ്പർ, അതിൻ്റെ അർത്ഥം ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ എന്നാണ്. മെൽക്കിയോറിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ രാജാവ്. ബൽത്താസർ എന്നത് രാജാവിനെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും. ഇന്നത്തെ സുവിശേഷത്തിൽ 3 വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. ഒന്നാമത്തെ മനോഭാവം ശ്രദ്ധാപൂർവമായ അന്വേഷണം. നക്ഷത്രത്തെ കണ്ട ജ്ഞാനികൾ ഒരു വലിയ രാജാവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കി ആ രാജാവിനെ കാണാനായി ഇറങ്ങിപ്പുറപ്പെട്ടു. ശ്രമകരമായ ത്യാഗങ്ങൾ നിറഞ്ഞ അന്വേഷണം. പെട്ടെന്ന് അവർക്ക് നക്ഷത്രത്തിൻ്റെ ദൃശ്യം അപ്രത്യക്ഷമാവുകയാണ്. ഹെറോദേസ് രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ അവർ എത്തുകയാണ്. അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയാകുന്നു. യേശു പിറന്ന ആ പുൽക്കൂട്ടിന് മുകളിൽ ബെത്ലഹേമിൽ അവരെ ആ യാത്ര എത്തിക്കുകയാണ്. ദിവ്യശിശുവിനെ കാണുന്നതിനും അവിടുത്തെ ആരാധിക്കുന്നതിനും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. സന്തോഷത്തോടെ, സംതൃപ്തിയോടെ അവർ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ മനോഭാവം പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും അനാസ്ഥയാണ്. അവർ തിരുലിഖിതങ്ങൾ അറിയുന്നവരും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായ ഉത്തരം നൽകാൻ കഴിവുള്ളവരുമാണ്. യൂദയായിലെ ബെത്ലഹേമിൽ എന്ന് പ്രവാചകൻ എഴുതിയത് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ തങ്ങളുടെ സുരക്ഷിത സങ്കേതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സന്ദർശിക്കാൻ അവർ പോയില്ല. ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ് ബെത്ലഹേം. എങ്കിലും അവർ ഇളകിയില്ല. അനാസ്ഥയ്ക്കുള്ള പ്രലോഭനം നമുക്കും പലപ്പോഴും ഉണ്ടാകാം. യേശു നമുക്ക് എല്ലാവർക്കുമുള്ള രക്ഷകനാണെന്ന് നമുക്കറിയാമെങ്കിലും അവിടുന്ന് നമ്മോടൊത്ത് ഇല്ലാത്തതുപോലെ ജീവിക്കാൻ നാം ഇഷ്ടപ്പെടുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് അനുയോജ്യമായ പോലെ ജീവിക്കുന്നതിന് പകരം അഹംഭാവത്തിൻ്റെയും മോഹത്തിൻ്റെയും ധനമോഹത്തിൻ്റെയും പ്രവണതകളെ തൃപ്തിപ്പെടുത്തുന്ന ലൗകിക തത്വങ്ങളെ നാം പിന്തുടരുന്നു. മൂന്നാമത്തെ മനോഭാവം ഏറെ ഹാനികരമായ മനോഭാവമാണ് ഹെറോദേസിൻ്റെ ഭയം. ദിവ്യശിശു തന്നിൽ നിന്നും അധികാരം നഷ്ടപ്പെടുത്തുമെന്ന് ഹെറോദേസ് ഭയപ്പെടുന്നു. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ വിളിച്ചു വരുത്തുകയും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായ ആകാംക്ഷയോടെ അന്വേഷിച്ചറിയുകയും അവരോട് പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുക, അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക എന്ന് അവരെ ചുമതലപ്പെടുത്തി വിടുകയാണ്. പക്ഷേ ഹെറോദേസിൻ്റെ ലക്ഷ്യം അവിടുത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഭയം എപ്പോഴും കാപട്യത്തിലേക്ക് നയിക്കും. കപടനാട്യക്കാർ ഇതുപോലെയാണ്. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഭയത്താൽ നിറഞ്ഞിരുന്നു. ഇതിൽ ജ്ഞാനികളുടെ മാതൃക പിന്തുടരാനാണ് നാം ഓരോരുത്തരും, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതീവ ശ്രദ്ധയോടെ അവിടുത്തെ അന്വേഷിക്കുന്നവരാകാം നമുക്ക്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതിന്, പതിവ് വഴികളിൽ നിന്നും മാറി നടക്കുന്നതിന് നാം എപ്പോഴും തയ്യാറാകണം. അവിടുത്തെ ആരാധിക്കുന്നതിനും
നാം പിന്തുടരേണ്ട പാത വെളിപ്പെടുത്തുന്നതിനും ദൈവം നമ്മളെ എപ്പോഴും സഹായിക്കട്ടെ. അവിടുന്നാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നാം അവിടുത്തെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരായി തീർന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കുന്നവരായി മാറാം. അതിനായി യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും നമ്മളെല്ലാവരെയും എപ്പോഴും സഹായിക്കട്ടെ.